ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ആഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണം. ഈ ആഡ്വേർബ്സ് തന്നെ പല തരത്തിൽ ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ഒരു പ്രവൃത്തി എത്ര പ്രാവശ്യം എത്ര ആവർത്തി ചെയ്തു എന്ന് കാണിക്കുന്നതിനാണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ഞാൻ അവിടെ എപ്പോഴും പോകാറുണ്ട്. ഞാൻ അവിടെ വല്ലപ്പോഴും പോകാറുണ്ട്. ഞാൻ അവിടെ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. ഞാൻ അവിടെ ഒരിക്കലും പോകാറില്ല. ഇങ്ങനെയൊക്കെ പറയില്ലേ? എപ്പോഴും, വല്ലപ്പോഴും, ഒരിക്കലും എന്നൊക്കെ പറയുന്നതാണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും ആവശ്യം വരുന്ന ഒന്നാണ് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾവേസ്. ഓൾവേസ് എന്നാൽ എപ്പോഴും. ഐ ഓൾവേസ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ടീ കുടിക്കാറുണ്ട്. എപ്പോഴും. അപ്പോൾ ഓൾവേസ് എന്നതിന് നമുക്ക് ഒരു 100% കൊടുക്കാം. കാരണം എപ്പോഴും ചെയ്യുന്നതാണ്, അതുകൊണ്ട്. ഐ ഓൾവേസ് ഗോ ടു പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പാർക്കിൽ പോകാറുണ്ട്. ഗോ എന്ന വേർബിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓൾവേസ് എന്നത് ഒരു ആഡ്വേർബാണ്. എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര ആവർത്തി ചെയ്യുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്, അത് എപ്പോഴും എന്നുള്ള വാക്ക്. അപ്പോൾ ഓൾവേസ് എന്നത് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഡു യു ഓൾവേസ് ടോക്ക് ടു ദാറ്റ് ഗേൾ? നിങ്ങൾ എപ്പോഴും ആ പെൺകുട്ടിയോട് സംസാരിക്കാറുണ്ടോ എന്നാണ്. ഡു യു ഓൾവേസ് ടോക്ക്? സംസാരിക്കുക എന്ന വേർബിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു ആഡ്വേർബാണ്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട്, സബ്ജക്റ്റിനും വേർബിനും ഇടയിലായിട്ടാണ്. ഐ ഓൾവേസ് ടോക്ക്. ഐ എന്നത് സബ്ജക്റ്റാണ്, ഓൾവേസ് എന്നത് ആഡ്വേർബ്, ദെൻ ടോക്ക് വേർബ്. ഐ ഓൾവേസ് ഗോ. ഐ സബ്ജക്റ്റ്, ഓൾവേസ് ആഡ്വേർബ്, ഗോ വേർബ്. ഇനി അടുത്തത് യൂഷ്വലി. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട്. സാധാരണ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്നുള്ള മീനിങ് അല്ല. ഓൾവേസിന് നമ്മളൊരു 100% കൊടുത്തതെങ്കിൽ യൂഷ്വലി സാധാരണ എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലല്ലോ. അപ്പോൾ അതിനൊരു 90% എന്ന് പറയാം നമുക്ക്. ഐ യൂഷ്വലി ഗോ ടു പാർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാർക്കിൽ പോകും എന്നല്ല, സാധാരണ ഞാൻ പാർക്കിൽ പോകാറുണ്ട് എന്നാണ് അർത്ഥം. ഐ ഓൾവേസ് ഗോ ടു പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പോകാറുണ്ട്. ഐ യൂഷ്വലി ഗോ ടു പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പോകാറുണ്ട്. ഐ യൂഷ്വലി ടോക്ക് ടു ഹെർ. ഞാൻ സാധാരണ അവളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി ഒരു ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയാണ്. ഐ യൂഷ്വലി ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഞാൻ സാധാരണ ഒരു ഗ്ലാസ് പാല് കുടിക്കാറുണ്ട്. സാധാരണ, യൂഷ്വലി, ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. ഷീ യൂഷ്വലി ഹെൽപ്സ് മീ. അവൾ സാധാരണ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സാധാരണ. അപ്പോൾ നമുക്ക് യൂഷ്വലി ഒരു 90% ആണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ജനറലി അല്ലെങ്കിൽ നോർമലി, പൊതുവേ എന്ന് പറയില്ലേ, അതിന് നമുക്ക് ഒരു 70% കൊടുക്കാം. അപ്പോൾ സാധാരണയായിട്ടുമല്ല, അതിനേക്കാളും കുറച്ചുകൂടി കുറവാണിത്. ജനറലി ഐ ലൈക്ക് റൈസ്. പൊതുവെ എനിക്ക് ചോറ് ഇഷ്ടമാണ്, എനിക്ക് റൈസ് ഇഷ്ടമാണ്. അവിടെ ജനറലി എന്നുള്ള ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയാണ് ഉപയോഗിച്ചത്, പൊതുവെ. അടുത്തത് ഓഫൺ. ഓഫൺ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി, പലപ്പോഴും, ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ പറയാം. ഹീ ഓഫൺ വിസിറ്റ്സ് ദാറ്റ് പ്ലേസ്. പലപ്പോഴും, ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് എന്നാണത്. അവിടെ പലപ്പോഴും, അതിന് നമുക്കൊരു 70% കൊടുക്കാം. കാരണം ഇടയ്ക്കിടയ്ക്ക്, അതല്ലാതെ ഒരുപാട് പ്രാവശ്യമൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു 70%. അടുത്തത് സംടൈംസ്. സംടൈംസ്, ചിലപ്പോഴൊക്കെ, അതിന് നമുക്കൊരു 50% കൊടുക്കാം. ഷീ സംടൈംസ് കം ഹിയർ. അവൾ ചിലപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. അതിനൊരു 50% ചാൻസേ ഉള്ളൂ. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, അത്രയേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ, സംടൈംസ്, അത് ഒരു ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയാണ്. നെക്സ്റ്റ് വൺ, ഒക്കേഷണലി, വല്ലപ്പോഴും. ഒരു 30% ചാൻസേ ഉള്ളൂ, വല്ലപ്പോഴും.
ഹി ഒക്കേഷണലി കംസ് ഹിയർ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പ്രാവശ്യമേ ഉള്ളൂ, വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് എന്നുള്ള മീനിങ് ആണ് ഇവിടെ, ഒക്കേഷണലി. ഇനി വേറൊന്ന് സെൽഡം. അത് വളരെ അപൂർവമായിട്ടാണ്, ഒരു 10%, വളരെ അപൂർവമായിട്ട്, വളരെ കുറച്ച് പ്രാവശ്യം. ഷീ സെൽഡം കംസ് ഹിയർ, ഹി സെൽഡം കംസ് ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ വളരെ അപൂർവമായിട്ട് ഇവിടെ വരാറുള്ളൂ എന്നുള്ള മീനിങ് ആണ്. അതിന് ഒരു 10% ചാൻസേ ഉള്ളൂ, അപൂർവമായി മാത്രം, വല്ലപ്പോഴും ഒക്കെ. വല്ലപ്പോഴും എന്നും പറയാൻ പാടില്ല, അതിനേക്കാളും കുറഞ്ഞ പ്രാവശ്യമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു 10% അതിന് കൊടുക്കുന്നത്. സെൽഡം. ഐ സെൽഡം സ്മോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അല്ല, വല്ലപ്പോഴും അല്ല, വളരെ അപൂർവമായിട്ട് മാത്രം. അപ്പോഴാണ് ഐ സെൽഡം ഡ്രിങ്ക്, ഐ സെൽഡം സ്മോക്ക് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് റെയർലി. റെയർലി അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ട്, ഒരു 5%. അപൂർവമായി എന്നാണ് അതിൻ്റെ മീനിങ്. റെയർലിയും അതുപോലെ ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഷീ റെയർലി ടേക്സ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിനൊരു 5% ചാൻസേ ഉള്ളൂ. അവൾ എക്സസൈസ് ചെയ്യാറുള്ളത് വളരെ അപൂർവമായിട്ടാണ്, 5% ചാൻസ്. ചുരുക്കി പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സെൻസിൽ തന്നെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നെവർ, ഒരിക്കലും. അതിന് നമ്മൾ 0% ചാൻസേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അത് ഒരു നെഗറ്റീവ് വേർഡ് തന്നെയാണ്. നെവർ അതുകൊണ്ട് ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി തന്നെയാണ്. ഐ നെവർ ടോക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവളോട് സംസാരിക്കാറില്ല. അപ്പോൾ അതിനൊരു ചാൻസ് ഇല്ല, അതൊരു നെഗറ്റീവ് സെൻസ് തന്നെയാണ്. സംസാരിക്കാറില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം നെവർ യൂസ് ചെയ്യുമ്പോൾ. ഹീ നെവർ അണ്ടർസ്റ്റാൻഡ്സ് മൈ ഫീലിങ്സ്. അവൻ എൻ്റെ ഫീലിങ്സ് ഒരിക്കലും മനസ്സിലാക്കാറില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കുന്ന ഒരു ചാൻസ് ഇല്ല, ഒരിക്കലും ഇല്ല എന്നുള്ള മീനിങ് ആണ്. നെവർ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ കുറച്ച് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഒക്കെ മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ? ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഡ്വർബ് വയ്ക്കുന്നത്, അത് കഴിഞ്ഞിട്ട് വേർബ്. ഷീ ഓൾവേസ് ടോക്സ്. ഷീ സബ്ജക്റ്റ്, ഓൾവേസ് എന്നുള്ളത് ആഡ്വർബാണ്, പിന്നെ ടോക്സ് അത് വേർബും ആണ്. അപ്പോൾ സാധാരണ കേസിൽ അങ്ങനെയാണ്, സബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ടാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, ദെൻ വേർബ്. പക്ഷേ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ചില സെൻറ്റൻസസിൽ വെർബ് ടു ബിയുടെ ഫോംസ് ഉണ്ടാവും, ഈസ്, ആർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുകൂടി കഴിഞ്ഞിട്ടാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ഓൾവേസ് എന്നാണ്, സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ഈസ് എന്നുള്ളത് ഒരു വേർബ് ടു ബിയുടെ ഒരു ഫോമാണ്. അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആഡ്വർബ് വെക്കേണ്ടത്. ഷീ ഈസ് ഓൾവേസ് എന്നാ വരിക, ദേ ആർ ഓൾവേസ്. പക്ഷേ ഇതിനും ഒക്കെ ഒരുപാട് വേരിയേഷൻസ് വരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാറുണ്ട് സം ടൈംസ് എന്നുള്ള ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ ഉപയോഗിക്കുന്നത്. സം ടൈംസ് ഷീ ഡസ് ഹെർ ഹോംവർക്ക് വിത്ത് ഹെർ ഫ്രണ്ട്സ്. ചിലപ്പോഴൊക്കെ, സംടൈംസ് എന്നാൽ ചിലപ്പോഴൊക്കെ അവൾ ഹോംവർക്ക് ചെയ്യാറുള്ളത് അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എന്നാണ്. സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയല്ലേ വെച്ചത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചില വേരിയേഷൻസ് ഉണ്ട്. യൂഷ്വലി ദേ സ്റ്റഡി ഓൺ ദെയർ ഓൺ. യൂഷ്വലി ഒരു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിയാണ്, പക്ഷേ നമ്മൾ സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ വെച്ചു. അപ്പോൾ ഇന്ന് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്താണ്, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ?